2024 പല എണ്ണം പറഞ്ഞ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തു. പക്ഷേ അവസാന ഘട്ടത്തിൽ ചില കൊമ്പന്മാർ ഇറങ്ങിയവ നമ്മൾ കേട്ട പേരാണ് സിലിക്കൺ കാർബൺ ബാറ്ററി. എന്താണ് സിലിക്കൺ കാർബൺ ബാറ്ററി? നോർമൽ ലിഥിയം അയൺ ബാറ്ററിയും സിലിക്കൺ കാർബൺ ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഹലോ, വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യു ആർ വാച്ചിങ് ഡെറിക് ടെക്. ഓപ്പോയുടെ 5X സീരീസുകൾ, വിവോയുടെ 200 സീരീസുകൾ പോലുള്ള കൊമ്പന്മാർ ഇറങ്ങിയപ്പം അവരുടെ ലോഞ്ചിൽ കേട്ടൊരു പേരാണ് സിലിക്കൺ കാർബൺ ബാറ്ററി. അപ്പൊ സിലിക്കൺ കാർബൺ ബാറ്ററി എന്താണെന്ന് നോക്കാം. സിലിക്കൺ കാർബൺ ബാറ്ററി യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സൈസിൽ ഒരുപാടധികം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് പല വൻകിട സ്മാർട്ട് ഫോൺ കമ്പനികളും അവരുടെ പ്രീമിയം സ്മാർട്ട് ഫോണുകളിലോട്ട് സിലിക്കൺ കാർബൺ ബാറ്ററി കൊണ്ടുവരാൻ കാരണം. പക്ഷെ ഇതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണ് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. നമുക്കറിയാം, ഒരു ബാറ്ററിക്ക് 2 ടെർമിനലാണുള്ളത്. ഒന്ന് ആനോഡും മറ്റൊന്ന് കാനോഡും. ഈ ഒരു ലിഥിയം ബാറ്ററി എടുത്താലും അതുപോലെ തന്നെ സിലിക്കൺ കാർബൺ ബാറ്ററി എടുത്താലും രണ്ടിന്റെയും കാഥോഡ് വരുന്നത് നമ്മുടെ ലിഥിയം തന്നെയാണ്. പക്ഷേ എങ്കിൽ വ്യത്യാസം വരുന്ന ആനോഡിലാണ്. ലിഥിയം ബാറ്ററികളിലാണെങ്കിൽ ആനോഡ് യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റും പകരം നമ്മുടെ സിലിക്കൺ കാർബണിൽ യൂസ് ചെയ്യുന്ന സിലിക്കണിന്റെയും കാർബണിന്റെയും ഒരു കോമ്പോസിറ്റ് ആണ്. ഇപ്പം ലിഥിയത്തിന് 300 സംതിങ് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതേസമയം നമ്മുടെ സിലിക്കൺ കാർബൺ കോമ്പോസിറ്റ് പോകുകയാണെങ്കിൽ 400 മുകളിൽ തന്നെ ഓൾമോസ്റ്റ് 470 സംതിങ് എങ്ങാണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഇവർ തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. ചെറിയ സൈസിൽ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് പല വൻകിട സ്മാർട്ട് ഫോൺ കമ്പനികളും അവരുടെ പ്രീമിയം സ്മാർട്ട് ഫോണുകളിലേക്ക് സിലിക്കൺ കാർബൺ ബാറ്ററി കൊണ്ടുവരാൻ കാരണം. സെയിം സൈസ് വരുന്ന ലിഥിയം ബാറ്ററിയും അതുപോലെ തന്നെ സിലിക്കൺ കാർബൺ ബാറ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ ലിഥിയം ബാറ്ററി സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനർജി നമുക്ക് സിലിക്കൺ കാർബൺ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സെയിം സൈസ് ആണ് രണ്ടും. അതുപോലെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന സിലിക്കൺ കാർബൺ വരുന്ന ഫോണുകളിലെല്ലാം നോക്കുവാണെങ്കിൽ ചെറിയ സൈസ് ആണ്, വളരെ തിന്നാണ്. അതേസമയം ലിഥിയം ബാറ്ററികൾ വരുന്ന സ്മാർട്ട് ഫോണുകൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴും കട്ടി കൂടുതലാണ്. അത് തന്നെയാണ് മറ്റൊരു കാര്യം. ബാറ്ററി കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടുന്നില്ല. അതും സിലിക്കൺ കാർബൺ ബാറ്ററിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനി ലിഥിയം ബാറ്ററി യൂസ് ചെയ്യണ്ടല്ലോ, പകരം സിലിക്കൺ കാർബൺ യൂസ് ചെയ്യാം എന്നായിരിക്കുമല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. സിലിക്കൺ കാർബൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അത് വീർക്കുകയും ചാർജിങ് ഇല്ലാത്ത സമയത്ത് അത് ചുരുങ്ങുകയും ചെയ്യും. ഇതിന്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതേസമയം ലിഥിയം ബാറ്ററിക്ക് ആ ഒരു പ്രശ്നമില്ല. ഇനീഷ്യലി നമുക്ക് ആ ഒരു ഇഷ്യൂ ഇല്ലെങ്കിലും നമ്മൾ ഒരു ലോങ് ടൈമിലേക്ക് ഒരു ഫോൺ യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു 4-5 വർഷത്തേക്കൊക്കെ നമ്മളൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ബാറ്ററിയെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും. ലോങ് ടൈം എന്ന് ഉദ്ദേശിച്ച് ഇപ്പൊ 4 വർഷം വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം ഒരു ഗെയിം കളിക്കുന്ന ഒരാൾ 2-3 കൊല്ലം മാക്സിമം യൂസ് ചെയ്യുമ്പോഴേക്കും ഫോണിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇനി ഇതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ഈ ബാറ്ററി 2 കൊല്ലം ആകുമ്പോഴേക്കും കംപ്ലൈന്റ് ആവുകയും അല്ലെങ്കിൽ ചാർജ് നിൽക്കാതാവുകയും പകരം ആ ഒരു യൂസർ പുതിയൊരു സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇത് സ്മാർട്ട് ഫോൺ കമ്പനികളുടെ ഒരു ചതിയായിട്ട് വേണമെങ്കിൽ കൂട്ടാം. കാരണം നമ്മളൊരു ഫോൺ എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 കൊല്ലത്തേക്ക് യൂസ് ചെയ്യും. അതേസമയം ഞാൻ ഈ സിലിക്കൺ കാർബൺ വരുന്ന ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു 1.5 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴേക്കും എന്റെ ഫോണിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആവുകയും എനിക്ക് പുതിയ ഒരെണ്ണം എടുക്കുകയും വരേണ്ടി വരുന്നുണ്ട്. അതനുസരിച്ച് സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് സെയിലും കൂടുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊരു ചതിയും കൂടെ ആയിട്ട് കൂട്ടാം. പക്ഷേ ടെക്നോളജി രംഗത്തെ പുതിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടും കൂട്ടാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനും ആദ്യം ഈ ലോഞ്ച് ഒക്കെ കണ്ടപ്പോൾ ഇത് എന്താ സംഭവം എന്നൊക്കെ ആലോചിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനൽ റോഡ് ടു 6K സബ്സ്ക്രൈബേഴ്സ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം വെച്ചാൽ അവനെ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ മറ്റൊരു വീഡിയോ നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ടാറ്റാ.